എക്സാമിൻ്റെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും അവന് മനസ്സിലായാലും വീണ്ടും അവൻ്റെ ഈ ഒബ്സഷൻ കാരണം, ആവർത്തിച്ച് വരുന്ന ചിന്ത കാരണം, ആ ചിന്തയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് അവൻ വീണ്ടും ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് സമയം കളഞ്ഞു. അവൻ പറഞ്ഞത് ഏതാണ്ട് മിക്കവാറും ഒരു ക്വസ്റ്റ്യന് 15 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ ഞാൻ അധികമായിട്ട് വേസ്റ്റ് ചെയ്തു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, JEE പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് അറിയാമായിട്ടും ഉത്തരങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടും ആവർത്തിച്ച് വരുന്ന ചിന്തകൾ കാരണം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും 15 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് മെറിറ്റ് സീറ്റിലേക്കുള്ള അല്ലെങ്കിൽ അവിടേക്കുള്ള അഡ്മിഷന് വലിയൊരു വിലങ്ങുതടിയായി തന്നെ നിന്നു. സോ ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCDയും റിസൾട്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ആൻസൈറ്റിയുടെ കാര്യം. വേറൊരു അമ്മ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അവൾക്ക് നീറ്റ് മെറിറ്റ് ലിസ്റ്റിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല, അത് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ ആ കുട്ടിയുടെ അസസ്മെന്റ് സെഷനിൽ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ബ്രൈറ്റ് ആയിരുന്നു, ഞാൻ നല്ല പെർഫോമൻസ് ആയിരുന്നു, പ്രാക്ടീസ് ചെയ്യുമ്പോഴും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ അന്ന് ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയത്തില്ല എന്ന് മനസ്സിലായതുടനെ ഞാൻ ആൻഷ്യസ് ആയി മാറി. ആ ആൻസൈറ്റി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും പിന്നീട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും പെർഫോം ചെയ്യാൻ പറ്റാതെ പോയി. ഇങ്ങനെ ഈ ഉത്കണ്ഠയും ആശങ്കയും ആകുലതയും അതുപോലെ ഓവർ തിങ്കിങ്ങും ആവർത്തിച്ചു വരുന്ന ചിന്തകളും പലപ്പോഴും പല കുട്ടികളുടെയും എക്സാം പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്.